എസ് പി വെങ്കടേഷ് സാറിൻ്റെ തന്നെയാണ് സൈന്യത്തിലെ ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം. 100cc ബൈക്കും ഒരു പൂജാ ഭട്ടും വേണം. അത് ഒരു ആധുനിക കാലഘട്ടത്തിന് വേണ്ട ഒരു സംസ്കാരം ഇല്ലെങ്കിൽ മുൻപേ നിന്ന പാട്ടാണ്. ആ വർഷങ്ങളിൽ ഒരുപക്ഷെ ലിവിങ് ടുഗദറിനെ കുറിച്ച് തന്നെ ആ പാട്ടിൽ വരുമ്പോൾ കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയും ഒന്നും വേണ്ട എന്നുള്ളത് പ്രോഗ്രസീവായിട്ടുള്ളൊരു ചിന്തയുടെ ഭാഗവും കൂടിയാണ്. അത് ആ കാലഘട്ടത്തിൽ തന്നെ എഴുതാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടെയല്ലേ? അല്ല, ഭാഗ്യമല്ല അത്. ഞാൻ തീരുമാനിച്ചാണത്. എന്റെ സബ്ജക്റ്റും എന്റെ സ്ക്രിപ്റ്റ് ഇതൊക്കെ അല്ലേ അത്. അപ്പോ സൈന്യത്തിൽ എങ്ങനെ ഒരു പാട്ട് വേണം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പിള്ളേര് അതർ സ്റ്റേറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അബ്രോഡ് പോകുന്നു, മറ്റേ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നു. അപ്പൊ അത്തരത്തില് കേരളത്തിന് വെളിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന ഒരു എയർഫോഴ്സ് അക്കാഡമിയിൽ ആ പിള്ളേര് പാടുന്ന, അത് പുതിയ ജനറേഷനിലെ യൂത്ത് പാടുന്നത് എന്തായിരിക്കും? അവിടെ പാടുന്ന പാട്ട് ഒരു കേരളത്തിന്റെ ഒരു സാധനം ആയിരിക്കില്ല. അപ്പൊ അതിൽ കേരളം വരാൻ പാടില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് ധരിച്ചു. കാരണം എനിക്ക് ആ സബ്ജക്റ്റ് അറിയാവുന്നത് കൊണ്ടിട്ട് അവിടെ വേണ്ടത് ഒരു തരത്തിലും അവിടെ അന്ന് അമീർ ഖാനും പൂജാ ഭട്ടും ഒക്കെ നിറഞ്ഞു നിന്ന് സൂപ്പർ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന സമയമാണ് മഹേഷ് ഭട്ടിന്റെ പടം. അപ്പൊ ആ സമയത്ത് ഏകദേശം ഈ പഴയ ബൈക്കുകളൊക്കെ മാറി 100cc ബൈക്കുകൾ വരുന്നു, ബാഗി ജീൻസ് വരുന്നു. ഇതൊക്കെ പറയുമ്പോഴും നമ്മള് അതിന്റെ വേറെ തലത്തിലേക്ക് പോയിരുന്നു. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. നമുക്ക് ഒരു പാട്ടിന് കിട്ടുന്ന സ്പേസ് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് അന്നത്തെ ലിബറലൈസേഷനെ പറ്റി പറയുന്നുണ്ട്. അത് വെറും ഒരു അടിപൊളി പാട്ടല്ല അത്. ഒന്ന് ആ പാറ്റേൺ അങ്ങനെ വേണം എന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്. കാരണം വെച്ചാല് അന്ന് റാപ്പ് മലയാളത്തിൽ വന്നിട്ടില്ല. ആകെ കൂടി ഇന്ത്യയില് രണ്ട് റാപ്പ് കാസറ്റ് അവൈലബിൾ ആയിരുന്നുള്ളൂ. ഒന്ന് ബാബാ സൈഗാളിന്റെ ടണ്ടാ ടണ്ടാ പാനി എന്ന് പറയുന്ന ഒന്ന്, പിന്നെ അപ്പാച്ചി ഇന്ത്യൻ എന്ന് പറയുന്ന രണ്ട് ഇത് മാത്രമാണ് ഇറങ്ങിയത്. അപ്പൊ ഈ ടണ്ടാ ടണ്ടാ പാനി കേട്ട് നമ്മൾ ഭയങ്കര ത്രില്ലായി. വേറൊന്നുമല്ല, ഈ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിതം പ്ലസ് പോയട്രി എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഈ നമുക്ക് പലതും പ്രോസിൽ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു അത് നമ്മളെ ത്രില്ലടിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പാറ്റേണിൽ നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ, അങ്ങനെയാണ് ആ ട്യൂണിൽ വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ അതുകൊണ്ടിട്ടാണ് അതില് കൂടെ ഉറങ്ങാൻ മാരേജ് ആക്റ്റും താലിയൊന്നും വേണ്ട എന്നൊക്കെ എഴുതാൻ പറ്റുന്നത്. അതിന്റെ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ടിട്ടാ. ഒരു നോർമൽ ട്യൂൺ ആണെങ്കിൽ അതിൽ എഴുതാൻ പറ്റില്ല. വി വാണ്ട് ലിബറലൈസേഷൻ. അന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു ഞാൻ ലിബറേഷൻ എന്നുള്ളത് തെറ്റി പറയുന്നതാണ്. ഇല്ല, അന്നുണ്ടായ ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമാണ് അന്ന് വന്ന ഇമ്പോർട്ട്, പുറത്തുനിന്നുള്ള ഉദാരവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അന്ന് എടുത്ത നരസിംഹറാവു സർക്കാരിന്റെ അന്നുള്ള പോളിസി ചേഞ്ചസ് ആണ് പിന്നീട് വന്ന ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്റെ തുടക്കം. ലോകത്തിന്റെ മുൻപിലേക്ക് ഇന്ത്യ വാതിൽ തുറന്നിട്ട ഒരു കാലമായിരുന്നു. അന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത്, അന്ന് ഒരുപാട് എതിർപ്പും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ തനത് നശിക്കും, എന്ത് പുതുത് വന്നു കഴിഞ്ഞാലും ഉടനെ നമ്മൾ എതിർക്കുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് അതിനെ എതിർക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഞാനൊക്കെ മെന്റലി അതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്പേസ് കിട്ടിയപ്പോഴ് വി വാണ്ട് ലിബറലൈസേഷൻ എന്ന് തന്നെ അന്ന് എഴുതിയത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് എഴുതിയത്. അതെ അതെ, നാച്ചുറലി. അത് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഒന്നും ആവില്ല. നമ്മൾ ഈ സൊസൈറ്റിയെ മനസ്സിലാക്കുകയും സോഷ്യലി നമ്മൾ കോൺഷ്യസ് ആണെന്നുള്ളതാണ്. ഇത് നമ്മുടെ എഴുത്തിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്പേസ് ഇന്ന് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടണുണ്ടോ എന്നുള്ളത്. ആരും ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല നമ്മൾ അന്ന് എഴുതിയത്.
പക്ഷെ എങ്കിൽ പോലും അന്ന് ആ ഫ്രീഡം ഉണ്ടായിരുന്നു. കാരണം വെച്ചാല് എന്താ ജോർജ് സാർ നമുക്ക് അത്രമാത്രം ഫ്രീഡം തന്നിരുന്നു. കാരണം നമ്മൾ അങ്ങനെ എഴുതണമെങ്കിൽ ഇപ്പൊ അതിൽ തന്നെയുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെർക്കുറി ലാമ്പ് വീണ് പൊട്ടിത്തെറിച്ചു പോയോ എന്ന് പറയുന്ന സാധനം. F-16 ഫ്ലൈറ്റ് പോലെ വേണം ആൺപിള്ളേർ, മികൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. അത് ആ കാലത്ത് 96 എഴുതുമ്പോൾ F-16 എന്നുള്ള ഇത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. F-16 ഒന്നും ഇങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം F-16? നമ്മളൊക്കെ ഇതൊക്കെ വായിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ മിഗ് ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളത്. അതിനുശേഷമാണ് മിഗ് പലതും ആക്സിഡന്റ് ആവാൻ തുടങ്ങിയത്. ബിഗ് ഫ്ലൈറ്റ് അത് കഴിഞ്ഞ് പലതും ആക്സിഡന്റ് വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ അതിനു മുമ്പ് തന്നെ എഴുതി മിഗ് ഔട്ട്ഡേറ്റഡ് ആയെന്നും F-16 ആണ് പുതിയ ആൺപിള്ളേരൊക്കെ F-16 ഫ്ലൈറ്റ് പോലെ ആവണം, ആൺപിള്ളേർ മിഗൊക്കെ ഔട്ട്ഡേറ്റഡ് ആയെന്ന് അതിനകത്ത് എഴുതിയിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ഇതാണ് ഈ പറയുന്ന ബാഗി ജീൻസിലും നമ്മൾ എഴുതിയിട്ടുള്ള. പക്ഷെ ബാഗി ജീൻസില് കഥകളൊന്നും വേണ്ട, താരാട്ടെന്തിന്, കുട്ടികൾ എന്തിന്, ഒത്തുകഴിഞ്ഞ് മടുത്താൽ തമ്മിൽ ഗുഡ് ബൈ ചൊല്ലി പിരിയാം എന്നൊക്കെ പറയുന്ന ഒരുപാട് മോഡേൺ തോട്ടുകൾ അതിൻ്റെ അകത്ത് എഴുതിയിരുന്നു. അതെല്ലാം പക്ഷെ അതിന്റെ അവസാനം വന്ന് നിൽക്കുന്നത് അതാണ് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയത്. നമുക്ക് ബാവുൽ ഗായകരാവാം എന്ന് പറയുന്ന, കാരണം നിയന്ത്രണങ്ങളില്ലാതെ പാറിപ്പറക്കും പക്ഷികളെ പോലെ ബാവുൽ ഗായകരാവാം എന്ന് പറഞ്ഞിട്ടാണ്. അത് പലപ്പോഴും ആരും ഡിസ്കസ് ചെയ്യാറില്ല. അതിനെ വേറെ തലത്തിൽ കൊണ്ടുവന്നിട്ടാണ് ആ പാട്ട് നിൽക്കുന്നത്. 100cc ബൈക്കും പൂജാ ഭട്ടിൽ തുടങ്ങിയിട്ട് എല്ലാം മറന്ന് പാടി പക്ഷികളെ പോലെ നിന്ന് ആടുന്ന ബാവുൽ ഗായകരായിട്ട് മാറാം എന്ന് പറയുന്നതിലാണ് ആ ഇത്രയും വരുന്ന 5 മിനിറ്റിൽ നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തില് ഞാൻ എഴുതിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്ന് ബാഗി ജീൻസ് ആണ്. കാരണം അതില് ആ ക്രാഫ്റ്റ് അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു പാട്ടിന്റെ ഈ ലിമിറ്റഡ് സ്പേസിൽ നിന്നിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും എന്ന് എനിക്ക് അന്ന് അത്രയും പറയാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ എനിക്ക് ഇന്നൊരാശ്ചര്യമുണ്ട്. കാരണം വെച്ചാല് അത്ര ആ ഫ്രീഡം നമുക്കുണ്ടായിരുന്നു. ആ ഫ്രീഡം മറ്റുള്ളവർ ഇതാക്കി തന്നിരുന്നു. ഇന്ന് സിനിമയില് അതുപോലത്തെ പാട്ട് വരാത്തത് ആ ഫ്രീഡം പിള്ളേർക്ക് കൊടുക്കാത്തത് കൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിനിമ അത് ആവശ്യപ്പെടാത്തത് കൊണ്ടിട്ടായിരിക്കും. ഇതേ സാറ് തന്നെയാണ് നേരെ SP വെങ്കടേഷ് സാറിൻ്റെ കൂടെ തന്നെ ധ്രുവം ചെയ്യുമ്പോൾ, അതും ജോഷി സാറിൻ്റെ പടത്തിൽ തന്നെ ചെയ്യുമ്പോൾ തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ എന്ന് എഴുതുന്നത്. ഇത് ഒരു ക്രാഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. സാർ അപ്ലൈഡ് ആർട്ടാണെന്ന് പറഞ്ഞാലും ഇതൊരു ക്രാഫ്റ്റാണ്. അത് രസമുള്ള പാട്ടാണ്. കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും വയലിൽ ചെറുവാല്ലിക്കാരി, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ എന്ന് പാടുന്നത്. ശരിക്കും ജോഷി സാറിൻ്റെ കൂടെ ആ കാലഘട്ടത്തിൽ എന്താ പറയുക, നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരാളായിട്ട് ശിവചേട്ടൻ മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ ധ്രുവമൊക്കെ സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായിട്ട് പടങ്ങൾ ചെയ്ത് ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ ചില കഥകളൊക്കെ എഴുതുകയും ചിലതിന് കോ റൈറ്റേഴ്സ് ആവുകയൊക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക. അതൊരു ഹൈപ്പിൻ്റെ കാലഘട്ടം കൂടെ ആയിരുന്നില്ലേ? യഥാർത്ഥത്തിൽ തുടക്കം തുടങ്ങി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ നിറക്കൂട്ടിലാണ് ജോർജ് സാറിൻ്റെ ഒപ്പം നമ്മൾ പടം ചെയ്യാൻ വേണ്ടി. അതുവരെ ഞാൻ ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ആൻഡ് ഗായത്രി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സിലെ ലേഔട്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പൊ ഡെന്നീസ് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഡെന്നീസിന്റെ മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഡെന്നീസിന് പോലും പിന്നെ വായിക്കാൻ പറ്റില്ല അത്. അപ്പൊ അതുകൊണ്ടിട്ട് ഡെന്നീസ് എന്തെങ്കിലും എഴുതി ആരെങ്കിലും കാണിക്കുന്നതിന് മുമ്പ് ഇത് വൃത്തിയായിട്ട് എഴുതണം. അപ്പോൾ ഞാൻ പിന്നെ ഒരു ലേഔട്ട് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ടിട്ട് കുറച്ചും കൂടി വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. അങ്ങനെ ഡെന്നീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അശോകന്റെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെന്ന് ഈ സ്ക്രിപ്റ്റ് പകർത്തി എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സേവനങ്ങൾ കൂട്ടത്തിൽ ചെയ്ത് അങ്ങനെ നിറക്കൂട്ടിന്റെ വർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ നിറക്കൂട്ടില് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഒരു അഡ്വർടൈസ്മെന്റ് ഫേം നടത്തുന്ന ഒരു ആഡ് ഫിലിം ഫേം നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ കുറെ വർക്കുകൾ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ എയർ ബ്രഷ് എന്ന് പറയുന്ന സാധനം അന്ന് മലയാള സിനിമയിൽ വന്ന് എല്ലാവരും എയർ ബ്രഷിന്റെ വർക്കിന് വേണ്ടിയിട്ട് പലരും ഡിമാൻഡ് ചെയ്യും.
സിക്സ് ഷീറ്റ് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എയർ ബ്രഷ് ഒരു വലിയ തരംഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ആണ് ഈ ഫിലിമിന്റെ ഇത് വരുന്നത്. അങ്ങനെ അപ്പൊ അശോകൻ നിന്ന് തിരിയാൻ സമയമില്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ ജൂനിയറാണ് അന്ന്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, എന്നെ പോലെ ഒരു ഇഡിയറ്റിനെ ഈ സിനിമ ലൊക്കേഷനിലേക്ക്. ഞാൻ അശോകൻ്റെ അടുത്ത് ചോദിച്ചു, അശോകേ അവിടെ ചെന്നിട്ട് ആ മമ്മൂട്ടിയെ അല്ലെങ്കിൽ ആര് സുമലതേനൊക്കെ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോവും. കാരണം ഞാനൊരു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ല. ലേഔട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ഫൈനായിട്ട് ഒരു ഫൈൻ ആർട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ അശോക് പറഞ്ഞു അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ, നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യേണ്ടത് ഇവിടെ ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെയാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി അങ്ങനെ എന്തെങ്കിലും വരക്കേണ്ടി വന്നാൽ എന്നെ വിളിച്ചാൽ മതി, അപ്പോൾ ഞാൻ വരാം. അങ്ങനെ അതിൽ സുമലതയെ വരച്ചിരിക്കുന്നത് അശോക് ആ ടൈഫിൽ വരക്കുന്നതുണ്ടല്ലോ, ആ പാട്ടില് അശോക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എയർ ബ്രഷ് ഒക്കെ ആയിട്ട് അവിടെ പോയി എന്താ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത്. അപ്പൊ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ കൈയായിട്ട് എന്റെ കൈയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ. അവിടെ നിന്നായിരുന്നു തുടക്കം. അപ്പോ ജോർജ് സാറിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ലൊക്കേഷനിലുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, കാരണം ഞാൻ ഡെന്നീസിന്റെ കൂടെ ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആളും കൂടി ആയതുകൊണ്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. എന്തെങ്കിലും ഒരു എഴുതിയേക്കുന്നതിലുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ചോദിക്കാം. അത് പിന്നെ തുടർന്നു. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒരു നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു സ്പേസ് ജോർജ് സാർ തന്നു. ആ ചിറകിലേറിയാണ് നമ്മള് അവനൊക്കെ ഭയങ്കര അഹങ്കാരിയാണെന്നുള്ള പേരൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടിട്ടാണ്. കാരണം